2024-25 വർഷത്തെ 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇഖ്റയിൽ ഫിക്രത്ത, പാരഗ്രാഫ് വായിക്കുക. വഅജിബ് ഹസബൽ ഇർഷാദാത്ത്, ഉത്തരങ്ങൾ എഴുതുക നിർദ്ദേശങ്ങൾക്കനുസരിച്ച്. റജഅത്ത് സൈനബു ഇല ബൈത്തിഹ, സൈനബ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. വഹിയ തബ്കി ഹസീനത്തൻ, അവൾ ദുഃഖത്തോടെ കരയുകയാണ്. ലി അന്നഹ, കാരണം അവൾ, ലാ തസ്തതിഉ, അവൾക്ക് സാധിക്കുന്നില്ല, അൻ തുഫാരിക സ്വദീഖതഹ, തൻ്റെ കൂട്ടുകാരിയെ പിരിയാൻ, അൽ അസീസത്ത, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ പിരിയാൻ അവൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ് ദുഃഖം. ലാഹലഹൽ വാലിദു, വാലിദ് അവളെ നിരീക്ഷിച്ചു, അവളെ ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്നത് വാലിദ് കണ്ടു. വക്കാല, അങ്ങനെ വാലിദ് അവളോട് ചോദിച്ചു, മാ ബിക്കയാ ബുനയത്തി, എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി മോളെ? ഫക്കാലത്ത്, അപ്പോൾ അവൾ പറഞ്ഞു, സ്വദീഖത്തി കാജൽ, എൻ്റെ കൂട്ടുകാരി കാജൽ, തർഹല വിലായത്തിഹ ഗദൻ, നാളെ അവളുടെ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ലി അന്നഹു ഉഗലിക മസ്നഉ വാലിദിഹ, കാരണം അവളുടെ പിതാവിൻ്റെ ഫാക്ടറി അടച്ചു പൂട്ടപ്പെട്ടു. ഫഖദ അമലുഹു, അയാളുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു, അതുകൊണ്ട് അവൾ പോവുകയാണ്. ചോദ്യം 1, മുഫ്രദ് മസാനിഅ, മസാനിഅ എന്ന വാക്കിൻ്റെ മുഫ്രദ് എഴുതാനാണ്. മസ്ന, ഫാക്ടറി. 2, കലിമത്തുൻ ബിമാന തുസാഫിറു, തുസാഫിറു, യാത്ര പോകുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്ക് ഈ പാരഗ്രാഫിൽ ഉപയോഗിച്ചത് തർഹലു എന്നാണ്. ലിദ്ദു മസ്റൂറത്ത്, മസ്റൂറത്ത് മീൻസ് സന്തോഷവതി, അതിൻ്റെ ഓപ്പോസിറ്റ് ലിദ് ഹസീനത്താണ്, ദുഃഖിത. 4, മാലി യഫ്കദു, യഫ്കുദു എന്നതിൻ്റെ മാലി, നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഫഖദ എന്നാണ്, നഷ്ടപ്പെട്ടു. ഇല ഐന തറഹൽ കാജൽ, കാജൽ എങ്ങോട്ടാണ് പോകുന്നത്? ഇലാ വിലായത്തിഹ, അവളുടെ സ്റ്റേറ്റിലേക്ക്. സെൻറ്റൻസിൽ ഉത്തരം എഴുതുമ്പോൾ തറഹലു കാജൽ ഇലാ വിലായത്തിഹ, കാജൽ അവളുടെ സംസ്ഥാനത്തേക്ക് പോവുകയാണ്. ലിമ ഫഖദ വാലിദു കാജൽ അമലഹു, കാജലിൻ്റെ പിതാവിന് എന്തുകൊണ്ടാണ് അയാളുടെ ജോലി നഷ്ടപ്പെട്ടത്? ഉത്തരം സെൻറ്റൻസിൽ എഴുതുമ്പോൾ ഫഖദ വാലിദു കാജൽ അമലഹു, കാജലിൻ്റെ പിതാവിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ലി അന്ന മസ്നഅഹു, കാരണം അയാളുടെ ഫാക്ടറി ഉഗലിക, അടച്ചുപൂട്ടപ്പെട്ടു. അജിബ് അൻ ഇസ്നൈനി ഫഖത്ത്, 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതണം. അക്മിൽ. 1, ലൻ ഡാഷ് അൽ കസ്ലാനു, യഫൂസ എന്നാണ് പറയേണ്ടത്. ഫാസ മീൻസ് വിജയിച്ചു, യഫൂസ് വിജയിക്കുന്നു. ലൻ യഫൂസ, വിജയിക്കുകയില്ല, അൽ കസ്ലാനു, മടിയൻ. ലെന്ന് മുമ്പിൽ വന്നാൽ, ഒരു മുളാരിയ ഫീലിൻ്റെ മുമ്പിൽ ലെന്ന് വന്നാൽ മുളാരിയ ഫീലിന് നസ്ബ് ചെയ്യണം. ലെന്ന് മാത്രമല്ല, അൻ, ലൻ, കൈ, ഇതൻ, ഈ 4 വാക്കുകളും ഹർഫുകളും മുളാരിയ ഫീലിൻ്റെ മുമ്പിൽ വന്നാൽ ആ മുളാരിയ ഫീലിൻ്റെ ഇറാബ് നസ്ബാകും. ഇറാബ് നസ്ബാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ട് യഫൂസ എന്നതാണ് ശരി. 2, അറാദൽ മുഅല്ലിമു ഡാഷ് യർജ അൻ യർജ, അതാണ് ശരി. മുഅല്ലിം, അധ്യാപകൻ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചു. ഇനി 8, അക്മിൽ അൽ ജുമലത കമാ ഫിൽ മിസാൽ, ഉള്ളതുപോലെ ജുംലകൾ പൂരിപ്പിക്കണം. 1, അൽ മിസാൽ, നാമ തിഫ്ലു ഹാദിഅൻ, ഹദ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. ഹദ എന്നാൽ ശാന്തനായി, ശാന്തമായി. നാമ തിഫ്ലു, കുട്ടി ഉറങ്ങി. ഹാദിഅൻ, ശാന്തമായി കുട്ടി ഉറങ്ങി. അതായത് ഹദ എന്ന ഫേലിൻ്റെ ഇസ്മുൽ ഫായിലാണ് വെക്കേണ്ടത്. ഇസ്മുൽ ഫായിൽ വെച്ചാൽ ശാന്തമായി, അങ്ങനെയുള്ള അർത്ഥം കിട്ടും. അടുത്തത് നോക്കൂ, റജൽ വലതു, കുട്ടി മടങ്ങി. റക്കിബ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. റക്കിബ എന്നാൽ വണ്ടിയിൽ കയറിയിട്ട്. അപ്പോൾ റാക്കിബൻ, റക്കിബ എന്നാൽ വണ്ടിയിൽ കയറി, റാക്കിബൻ വണ്ടിയിൽ കയറിയിട്ട്. റജൽ വലതു റാക്കിബൻ, കുട്ടി വണ്ടിയിൽ കയറിക്കൊണ്ട് മടങ്ങി. കാലത്തിൽ ഉമ്മു ഡാഷ് ഗാലിബത്താണ് ബ്രാക്കറ്റിലുള്ളത്. കാലത്തിൽ ഉമ്മു ഗാലിബത്തൻ, ഉമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. കാലത്തിൽ ഉമ്മ പറഞ്ഞു ഗാലിബത്തൻ, ദേഷ്യത്തോടെ. ഗാലിബ മീൻസ് ദേഷ്യപ്പെട്ടു, അതിൻ്റെ ഇസ്മുൽ ഫായിലാണ് ഗാലിബത്ത്, ദേഷ്യപ്പെട്ടവൾ എന്നാണ് അർത്ഥം. ദേഷ്യപ്പെട്ടവളായിക്കൊണ്ട് പറഞ്ഞു എന്നാണ് ശരിയായ മീനിങ്. 9, ഇഖ്തർ മിനൽ അബിയാത്തി, താഴെയുള്ള ബൈത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കണം. മാ യുവാഫിഖു മാനൽ ജുംലത്തിലാത്തിയ, താഴെയുള്ള ജുംലയുടെ അർത്ഥവുമായിട്ട് യോജിക്കുന്ന വരി കവിതകളിൽ നിന്നും കണ്ടെത്തണം. താഴെയുള്ള ജുംല ഏതാണ്? ആ ബോക്സിൽ കൊടുത്തത് നോക്കൂ. തദ്ഫഉ ഫവാത്തിറൽ മാഇ,
നീ വെള്ളത്തിന്റെ ബില്ലുകൾ അടക്കുമ്പോൾ വഫി ജാനിബിഹ ഉനാസുൻ, നിന്റെ അടുക്കൽ ജനങ്ങൾ ഉണ്ട്, ലാ യജിദൂന ഖത്രതമായിൻ, ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത ജനങ്ങൾ നിന്റെ ചുറ്റുമുണ്ടാകും. ഇതേ അർത്ഥമുള്ള വരി താഴെ ഏറ്റവും അവസാനത്തെ വരിയാണ്. വ അൻത തുസദ്ദിദു ഫാത്തൂറത്തൽ മാഇ ഫക്കിർ ബിഗൈരിക, നീ വെള്ളത്തിന്റെ ബില്ലടക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചും ആലോചിക്കുക. മൻ യർലഊനൽ ഗമാമ, ആരെക്കുറിച്ച്? മേഘത്തെ മുലയൂട്ടുന്നവരെ കുറിച്ച്. മീൻസ് മേഘമല്ലാതെ ആകാശത്ത് നിന്ന് മഴ പെയ്താൽ മാത്രം വെള്ളം കിട്ടുന്ന ആളുകളുണ്ട്, അവരെക്കുറിച്ചും നീ ആലോചിക്കുക, കിണറൊന്നുമില്ലാത്തവർ. അജിബ് അൻ സിത്തത്തിൻ ഫഖത്ത്, 6 മാത്രം ഉത്തരം എഴുതുക. ഇത് പൂരിപ്പിക്കാനാണ്. ഉൻളുർ എന്നാൽ നോക്കൂ, നളറ എന്നാൽ നോക്കി. അതിൻ്റെ നളറ എന്നത് മാലി ആഫീലാണ്, അതിൻ്റെ അമ്രാണ്, ഫീലുൽ അമ്രാണ് ഉൻളുർ. മാലി ആഫീലിൻ്റെ അർത്ഥം നോക്കി. ഉൻളുർ എന്നാൽ അമ്ര ഫീലിൻ്റെ അർത്ഥം നോക്കൂ. ഉൻളുർ നീ നോക്കൂ. ഉൻളുറ നിങ്ങൾ 2 പേർ നോക്കൂ. ഉൻളുറു നിങ്ങൾ നോക്കൂ. ഇത് പുരുഷന്മാരോട് പറയുന്നതാണ്. ഇനി ഇദ്ഹബ് നീ പോകൂ. ഇദ്ഹബ നിങ്ങൾ 2 പേർ പോകൂ. ഇദ്ഹബു നിങ്ങൾ പോകൂ. ഇതിലെല്ലാം പുരുഷന്മാരോട് പറയുന്നതാണ്. സ്ത്രീകളോടാണെങ്കിൽ ഉൻലുരി, ഇദ്ഹബി, ഉക്തുബി എന്നാണ് പറയേണ്ടത്. ഉക്തുബ് നീ എഴുതൂ. ഉക്തുബ നിങ്ങൾ എഴുതൂ. ഉക്തുബു നിങ്ങൾ എഴുതൂ. ഉക്തുബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേർ. ഉക്തുബു 2-ൽ കൂടുതൽ പേർ. തഹദ്ദസ് സംസാരിക്കൂ. തഹദ്ദസ നിങ്ങൾ 2 പേർ സംസാരിക്കൂ. തഹദ്ദസു നിങ്ങൾ സംസാരിക്കൂ. ഇനി 11 ഇഖ്റൽ ജുമല താഴെയുള്ള പാരഗ്രാഫുകൾ സെന്റൻസുകൾ വായിക്കണം. വ അഇദ മിൻഹ മുൽസഖൻ, എന്നിട്ട് അതിൽ നിന്നും ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അൻ ഹിമായത്തുൽ മിയാഹി, വെള്ളം സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കണം. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് പോസ്റ്ററിൽ? അൽ മാഉ അസാസുൽ ഹയാത്തി, വെള്ളം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. വഹുവ ലറൂരിയുൻ ലിൽ ഹൈവാനാത്തി വൻ നബാതാത്തി, സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അത് അത്യാവശ്യമാണ്. ഹിമായത്തുൽ മിയാഹി, വെള്ളം ജലം സംരക്ഷിക്കൽ. ലാസിമത്തുൽ ലി ഹിമായത്തുൽ ബിഅത്തി, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വെള്ളം സംരക്ഷിക്കൽ അനിവാര്യമാണ്. ഖില്ലത്തുൽ മിയാഹി മുഷ്കിലത്തുൻ കബീറത്തുൻ, ജല ദൗർലഭ്യത വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഒരു വലിയ വെള്ളത്തുള്ളിയും പിന്നെ കുറച്ച് മരങ്ങളും പരിസ്ഥിതിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ട് ചില അൽ മിയാഹു എന്ന് അല്ലെങ്കിൽ ഹിമായത്തുൽ മിയാഹ് എന്ന് കുറച്ച് വലുതായി ഹെഡിങ് ഒക്കെ എഴുതി അങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഈ വാക്കുകളൊക്കെ ഈ സെന്റൻസുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. അതിന് അനുയോജ്യമായ ചിത്രങ്ങളും വരച്ചുകൊണ്ട്. ഓക്കെ, ഇനി സിൽ ബിൽ മുനാസിബി, അനുയോജ്യമായ പൂരിപ്പിക്കണം. ഇത് 1ാമത്തെ കോളത്തിൽ ചില മൃഗങ്ങളുടെ പേരും 2ാമത്തെ കോളത്തിൽ അവയുടെ ശബ്ദങ്ങളുമാണ്. അതായത് അവ ശബ്ദമുണ്ടാക്കുന്നതിന്, കരഞ്ഞതിന് എന്താണ് പേര് എന്നത്. അദ്ദീക്കു കോഴി, പൂവൻ കോഴി. യസീഹു എന്നാണ് പറയുക, കോഴി കൂവുന്നു എന്നതിന്. അൽ കൽബു നായ. യൻബഹു കുരക്കുന്നു. അൽ കിത്തു പൂച്ച. യമു പൂച്ച കരയുന്നു. പിന്നെ ഒന്ന് യഹൂറു എന്ന് കാണുന്നുണ്ട് അല്ലേ. യഹൂറു എന്നാൽ ഈ എന്താണ് കാള, പോത്ത് അവയൊക്കെ അമറുന്നതിനാണ് യഹൂർ എന്ന് പറയുക. ഇനി വസലൽ ജുന്ദിയു ഇലൽ ബൈത്ത്, പട്ടാളക്കാരൻ വീട്ടിലേക്ക് എത്തി. മസ അദാലിക്കൽ യൗമി, അന്ന് വൈകുന്നേരം. ജാ ഇലൈഹി സ്വദീഖുഹു ലി സിയാറത്തിഹി, അവന്റെ കൂട്ടുകാരൻ അവനെ കാണാൻ വന്നു. ഐദൽ ഹിവാറ ബൈനഹുമാ മിനൽ ഖയാൽ, അവർ തമ്മിലുള്ള ഹിവാർ സംഭാഷണം ഭാവനയിൽ നിന്നും എടുത്ത് എഴുതുക. കൂട്ടുകാരൻ പട്ടാളക്കാരൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവരെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും അത് എഴുതുക. ഉമർ, അതായത് പട്ടാളക്കാരൻ്റെ കൂട്ടുകാരനാണ് ഉമർ. അസ്സലാമു അലൈക്കും യാ ഖാലിദ്, പട്ടാളക്കാരൻ്റെ പേരാണ് ഖാലിദ്. അൽഹംദുലില്ലാഹി അലാ സലാമത്തിക, നീ സേഫായി തിരിച്ചു വന്നതിന് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതി. അപ്പോൾ ഖാലിദ് പട്ടാളക്കാരൻ പറയുന്നു, വഅലൈക്കും അസ്സലാം യാ സുദീഖി, ശുക്രൻ ലക അലാ സിയാറത്തിക, വന്നതിന് നന്ദി. ഉമർ, ലഖദ് ഇസ്തഖ്ന ഇലൈക കസീറൻ, ഞങ്ങൾ നീ വരുന്നത് കൊതിച്ചുപോയി, നീ ഉടനെ വരണമെന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് ഇസ്തഖ എന്ന് പറയുന്നത്. കൈഫ് കാനത്ത് അയ്യാമു കഫിൽ ജയ്ഷി, സൈന്യത്തിൽ നിന്റെ ദിവസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? ഖാലിദ്, കാനത്ത് അയ്യാമൻ സ്വാബത്തൻ, വളരെ പ്രയാസകരമായ ദിവസങ്ങളായിരുന്നു. ലാക്കിന്നനി സഈദൻ, പക്ഷേ ഞാൻ സന്തോഷവാനാണ്. ലി അന്നനി ഖദംതു വതനി, കാരണം ഖദംതു വതനി അൽ ഗാലിയ, ഞാൻ എൻ്റെ അമൂല്യമായ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തു, അതുകൊണ്ട് എനിക്ക് തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. ഉമർ, അൻത ബത്തലുൻ ശുജാഉൻ യാ ഖാലിദ്, ഖാലിദ് നീ
ധീരനായ ഒരു പോരാളിയാണ്, ധീരനായ ഒരു യോദ്ധാവാണ്. നഹ്നു ജമീഅൻ നഫ്തഖിറു ബിക, ഞങ്ങളെല്ലാവരും നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. ഖാലിദ് തസ്ലം യാ ഉമർ, താങ്ക് യു ഉമർ, നന്ദി ഉമർ. വ അന സഈദുൻ ജിദ്ദൻ, ഞാനും വളരെയധികം സന്തോഷവാനാണ്. ലി അന്നനി ഉത്തു ഇല ബൈത്തി വാസ്തുക്കായി, കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരിലേക്കും എൻ്റെ വീട്ടിലേക്കും മടങ്ങി വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും സന്തോഷമുണ്ട്. ഉമർ ഹയ്യാബിന, വരൂ നമുക്ക് നജിലിസു ഇരിക്കാം, വനശ്റബ് ഷാ, എന്നിട്ട് അല്പം ചായ കുടിക്കാം. ലി തഹക്കി അലി അൻ മുഗാമറത്തിക, എന്നിട്ട് നിന്റെ കഥകളൊക്കെ പറഞ്ഞു തരൂ. ഹക്ക മീൻസ് കഥ പറയുക. ഖാലിദ് ബിക്കുല്ലി സുറൂരിൻ, സന്തോഷത്തോടെ. തഫളൽ യാഹി, വരൂ കൂട്ടുകാര. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവസാനിക്കാം. ഇനി ഇഖ്റഇൽ ഫിക്റത, പാരഗ്രാഫ് വായിക്കുക. വക്തുബ് മുഫ്രദാത്തിൽ കലിമാത്തില്ലത്തി തഹതഹ ഖത്തുൻ, അടിവരെയുള്ള വാക്കുകളുടെ മുഫ്രദുകൾ കണ്ടെത്തി താഴെയുള്ള പട്ടിക പൂരിപ്പിക്കണം. ജാഅത്ത് അക്മിഷത്തു സിയാബി, വസ്ത്രങ്ങളുടെ തുണികൾ വന്നു. ജാഅത്ത് വന്നു, അക്മിഷത്ത് തുണികൾ, സിയാബ് വസ്ത്രങ്ങൾ, വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള തുണി വന്നു. ഇലൽ ഖലീഫത്തി ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കലേക്ക് വന്നു ഖലീഫ. മിനൽ യമൻ, യമനിൽ നിന്നാണ് വന്നത്. അഅത കുല്ല വാഹിദിൻ മിൻ റഅയത്തിഹി, അദ്ദേഹം ഉമർ തൻ്റെ ഓരോ പ്രജക്കും നൽകി. ഖിത്അത്തൻ മിൻഹ, അതിൽ നിന്നും ഓരോ കഷ്ണം. ഖിത്അത്ത് കഷ്ണം, റഅയ്യത്ത് പ്രജ. ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം. സ്വഅദൽ മിമ്പറ, അദ്ദേഹം മിമ്പറിൽ കയറി. വഖാല, എന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ് ഉമർ മിമ്പറിൽ കയറിയിട്ട്. ഇസ്മഉ വഅതിഉ, എന്നെ കേൾക്കൂ, അനുസരിക്കൂ. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ പറഞ്ഞു. ലാ സമഅ വലാ ത്വാഅത, അനുസരണയുമില്ല കേൾവിയുമില്ല എന്ന് പറഞ്ഞു. ഇനി ഇതിൽ അടിവരയിട്ട വാക്കുകൾ നോക്കൂ. അക്മിഷത്ത്, സിയാബ്, അയ്യാമ്, റഅയ്യത്ത്, അല്ലെ? അതിൽ ഒന്നാമത്തെ കോളത്തിൽ ജമ്മും രണ്ടാമത്തെ കോളത്തിൽ മുഫ്രദുമാണ് എഴുതേണ്ടത്. അക്മിഷത്ത് ജമ്മാണ്, അതിന്റെ മുഫ്രദ് കുമാഷ്, വസ്ത്രം അല്ലെങ്കിൽ തുണി. സിയാബ് വസ്ത്രങ്ങൾ, അതിന്റെ മുഫ്രദ് സൗബൻ, വസ്ത്രം. റആയ പ്രജകൾ, അതിന്റെ മുഫ്രദ് റഅയ്യത്തുൻ, പ്രജ, ഒരു പ്രജ, അതാണ് മുഫ്രദ്. റഅയ്യത്ത് മുഫ്രദാണ്, അതിന്റെ ജം ആണ് റആയ. അയ്യാമ് ജമ്, യൗമുൻ മുഫ്രദ്, ദിവസം. ഇഖ്റ തഖ്രീറ, ഈ റിപ്പോർട്ട് വായിക്കാം. അക്മിലിൽ ബർനാമജ്, എന്നിട്ട് പ്രോഗ്രാം നോട്ടീസ് പൂരിപ്പിക്കാം. ഇൻതഹത്ത് മുബാറയാത്തു റിയാലാത്തി അൽ മദ്രസിയത്തി ഫി സാഹത്തിൽ മദ്രസ, സ്കൂളിന്റെ മുറ്റത്ത് സ്കൂൾ സ്പോർട്സ് മത്സരങ്ങൾ അവസാനിച്ചു. ഇഫ്തതഹ, ഉദ്ഘാടനം ചെയ്തു. മുവല്ലഫ് ഷുർത്തത്തി, പോലീസ് ഓഫീസർ. ഹഫ്ലത്തുൽ ഖിതാം, സമാപന സമ്മേളനം. ഹഫ്ലത്തുൽ ഖിതാം മീൻസ് സമാപന സമ്മേളനം. ആര് ഉദ്ഘാടനം ചെയ്തു? മുവല്ലഫ് ഷുർത്ത, പോലീസ് ഓഫീസർ. വ ഖാമ അമീദുൽ മദ്രസത്തി, സ്കൂൾ പ്രിൻസിപ്പൽ നിർവഹിച്ചു. ബി തൗസീഉൽ ജവായിസ്, സമ്മാന വിതരണം. ഖാമ ബി തൗസീഉൽ ജവായിസ് മീൻസ് സമ്മാന വിതരണം നിർവഹിച്ചു. ആര്? അമീദുൽ മദ്രസ, സ്കൂൾ പ്രിൻസിപ്പൽ. റഅസ നാദിറുൽ മദ്രസത്തി അൽ ഹഫ്ല, സ്കൂൾ ഹെഡ് മാസ്റ്റർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റഅസ മീൻസ് അധ്യക്ഷത വഹിച്ചു. ഖാമ റഈസു ജമിയത്തുൽ ഔസിയാ വൽ മുദരിസീൻ ബി ഖുതുബത്തി തഹാനി, PTA പ്രസിഡന്റ് ആശംസാ പ്രസംഗം നടത്തി. ഖാമ റഈസു ജമിയത്തുൽ ഔസിയാ വൽ മുദരിസീൻ മീൻസ് PTA പ്രസിഡന്റ് എന്ത് ചെയ്തു? ഖാമ ബി ഖുതുബത്തി തഹാനി, ആശംസാ പ്രസംഗം നടത്തി. റഹബ അമീനു ലജ്നത്തിൽ മുദരിസീന, അമീനു ലജ്നത്തിൽ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറി എന്ന് പറയാം. സ്റ്റാഫ് സെക്രട്ടറി റഹബ, സ്വാഗതം പറഞ്ഞു. ബിൽ ഹഫ്ലി, യോഗത്തിൽ. കമാ അദ്ദ അരീഫുൽ മദ്രസത്തി കൽമത്ത് ശുക്ർ, അതേപോലെ അരീഫുൽ മദ്രസ സ്കൂൾ ലീഡർ നന്ദി പറഞ്ഞു. അൽ ബർനാമജ്, പ്രോഗ്രാം നോട്ടീസ്. അത്തറഹീബ്, സ്വാഗതം. ആരാണ്? അമീനുൽ ലജ്നത്തിൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറി. തൗസിയുൽ ജവായിസ്, സമ്മാന വിതരണം. അമീദുൽ മദ്രസ, സ്കൂൾ പ്രിൻസിപ്പൽ. റിയാസത്ത്, അധ്യക്ഷത. നാദിറുൽ മദ്രസ, സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഖുതുബത്തു തഹാനി, ആശംസാ പ്രസംഗം. റഈസ് ജമിയത്തിൽ ഔസിയായി വൽ മുദരിസീൻ, PTA പ്രസിഡന്റ്. അൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനം. മുവല്ലഫ് ഷുർത്ത, പോലീസ് ഓഫീസർ. കലിമത്ത് ശുക്ർ, നന്ദി. അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡർ. ലാ ഫാത്തിമത്ത വനാജിയത്ത മക്കാന ഫാത്തിമ, താഴെയുള്ള പാരഗ്രാഫിൽ ഫാത്തിമ എന്ന സ്ഥാനത്ത് ഫാത്തിമ വനാജിയ എന്ന് വെക്കണം.
ഇപ്പോഴുള്ളതിൽ ഫാത്തിമ എന്ന് മാത്രമാണുള്ളത്. ഇനി 2 പേരുണ്ട്. വക്തുബ് അൽ ഫിഖറത്തമായ തബ്ദീലാത്തി ലാസിമ എന്നിട്ട് അനിവാര്യമായ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ പാരഗ്രാഫ് എഴുതണം. ആദ്യം ഈ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഫാത്തിമത്തു തദ്റുസു ഫാത്തിമ പഠിക്കുന്നു. ഫി സഫിത്താസി 9ാം ക്ലാസ്സിൽ. ഹിയ തുഹിബുൽ മദ്രസ അവൾ സ്കൂൾ ഇഷ്ടപ്പെടുന്നു. തദ്ഹബു ഇലൽ മദ്രസത്തി സുബാഹൻ അവൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. തക്റഉ ദുറൂസ പാഠങ്ങൾ വായിക്കുന്നു. വതലഅബു മഅൽ അസ്തിഖായി കൂട്ടുകാരോടൊപ്പം അവൾ കളിക്കുന്നു. തർജിഉ ഇലൽ ബൈത്തി മസാൻ വൈകുന്നേരം അവൾ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇനി എഴുതേണ്ട പാരഗ്രാഫിന്റെ തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫാത്തിമത്തു വ നാജിയത്തു ഫാത്തിമയും നാജിയയും തദുറുസാനി പഠിക്കുന്നു. ഫി സഫിത്താസി 9ാം ക്ലാസ്സിൽ. അപ്പോൾ 2 പേരുള്ളതുകൊണ്ട് തദുറുസാനി എന്ന് പറയണം. അതേപോലെ മറ്റുള്ളവയും മാറ്റാം. ഫാത്തിമത്തു വ നാജിയത്തു തദുറുസാനി ഫി സഫിത്താസി. ഹുമാ തുഹിബാനി ഹിയ എന്നുള്ളതിന് പകരം ഹുമ അവർ 2 പേരും തുഹിബാനി ഇഷ്ടപ്പെടുന്നു. അൽ മദ്രസ സ്കൂളിനെ. തദ്ഹബാനി ഇലൽ മദ്രസത്തി സ്വബാഹൻ അവർ രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. തഖ്റു ആനി ദുറൂസ അവർ പാഠങ്ങൾ വായിക്കുന്നു. വതൽഅബാനി മഅൽ അസ്തിഖായി അവർ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു. തർജിഅനി ഇലൽ ബൈത്തി മസാൻ വൈകുന്നേരം അവർ വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ എഴുതുക. അടുത്തത് ഇഖ്റയിൽ ഫിക്രത്ത വാജിബ് താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ഉത്തരം എഴുതാം. അത്തുഫൂലത്തു സമനുൽ ബസാത്തത്തി വന്നഖായ് കുട്ടിക്കാലം എന്നത് ലാളിത്യത്തിൻ്റെയും പരിശുദ്ധതയുടെയും സമയമാണ്. അൽ അത്ഫാലു കുട്ടികൾ ലാ യഹ്തമൂന ബിൽ ഹുമൂം ദുഃഖങ്ങൾക്കൊരു സ്ഥാനവുമില്ല അവരിൽ എന്ന് വെച്ചാൽ അവർക്ക് ദുഃഖവും സങ്കടമൊന്നും ഉണ്ടാവില്ല. ഹും യഈശൂന ബിൽ ഫറഹി അവരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. യബ്നൂനൽ അക്വാഹ അവർ കുടിലുകൾ ഉണ്ടാക്കുന്നു. തഹത്തൽ അസ്ജാരി മരങ്ങൾക്കടിയിൽ. വയുസയ്യിനൂനഹ എന്നിട്ട് അവരതിനെ അലങ്കരിക്കുന്നു. ബിൽ ഔറാഖി വൽ അസ്ഹാരി പൂക്കൾ കൊണ്ടും ഇലകൾ കൊണ്ടും. വരിയാഹു തഹ്ദിമു അക്വാഹും കാറ്റ് അവരുടെ കുടിലുകളെ തകർത്തു കളയുന്നുണ്ട്. വലാക്കിൻ പക്ഷേ ലാ യസ്റഹൂന അവർ നിലവിളിക്കുകയോ കരയുകയോ ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ ചോദ്യങ്ങൾ. മാതാ യബ്നി അൽ അത്ഫാലു കുട്ടികൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഉത്തരം യബ്നി അൽ അത്ഫാലു അൽ അക്വാഹ കുട്ടികൾ കുടിലുകളാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ബിമ യുസയ്യിനൂന അൽ അക്വാഹ എന്തിനെ കൊണ്ടാണ് അവർ കുടിലുകളെ അലങ്കരിക്കുന്നത്? ബിമ മീൻസ് എന്തുകൊണ്ട്, അതായത് വൈ എന്നല്ല, എന്തിനെ കൊണ്ടാണ്? യുസയ്യിനൂനൽ അക്വാഹ ബിൽ ഔറാഖി വൽ അസ്ഹാരി ഇലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും അവർ കുടിലുകൾ അലങ്കരിക്കുന്നു. മാതാ തഹ്ദിമു റിയാഹു കാറ്റ് എന്താണ് തകർക്കുന്നത്? തഹ്ദിമു റിയാഹു അൽ അക്വാഹ കാറ്റ് കുടിലുകൾ തകർത്തു കളയുന്നു. അടുത്തത് അജിബ് അൻ സലാസത്തിൻ ഫഖത്ത് 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ലാഹിൽ അൻ നിക്കാത്ത താഴെയുള്ള പോയിന്റുകൾ വായിക്കുക. വഅഇദ്ദ മുദക്കിറത്തൻ എന്നിട്ടൊരു കുറിപ്പ് തയ്യാറാക്കുക. അനിൽ ലോകത്തിൽ അറബി ഭാഷയെക്കുറിച്ച്. ഒന്നാമത്തത് പോയിന്റ് മിനൽ ഉസ്രത്തി സാമിയ സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് അറബി ഭാഷ. ലോകത്തുൻ ഹയ്യത്തുൻ സജീവമായ ഭാഷയാണ്, ഇന്നും നിലനിൽക്കുന്ന ഭാഷയാണ്. ലോകത്തുൻ ജമീലത്തുൻ ഭംഗിയുള്ള ഭാഷയാണ്. ലോകത്തുൽ ഖുർആനി വൽ ഹദീസ് ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഷയാണ്. അസ്വാത്തുൻ ജസാബ ആകർഷകമായ വാക്കുകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ട്. ലോകത്തുൻ ആലമിയത്തുൻ ലോക ഭാഷ. ലോകത്തുല്ലാദ് ലാദിന്റെ ഭാഷ. കലിമാത്തുൻ ഗസീർ ധാരാളം വാക്കുകൾ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതാം ലോകത്തിനെ കുറിച്ച്, അറബിയെ കുറിച്ച്? അൽ ലോകത്തുൽ അറബിയത്തു അറബി ഭാഷ മിൻ അഹമ്മിൽ ലുഗാത്തി ഫിൽ ആലമി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിൽ ഒന്നാണ്. വഹിയ മിനൽ ലുഗാത്തി സാമിയ അത് സെമറ്റിക് ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. വഹിയ ലോകത്തുൽ ഖുർആനി വൽ ഹദീസ് അത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഷയാണ്. വഹിയ ലോകത്തുൻ ജമീലത്തുൻ അത് ഭംഗിയുള്ള ഭാഷയാണ്. ലഹ അസ്വാത്തുൻ ജസാബ ആകർഷകമായ പദങ്ങൾ ശബ്ദങ്ങൾ ആ ഭാഷയിലുണ്ട്. വ കലിമാത്തുൻ ഗസീറ ഒരുപാട് ധാരാളം പദങ്ങളുണ്ട്. തുഅറഫു ബി ലോകത്തുല്ലാദി അത് ലോകത്തുല്ലാദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ലി അന്ന ഹാദൽ ഹർഫ കാരണം ഈ ഹർഫ് ലാദ് എന്ന ഹർഫ് ലാ യൂജദു ഫി അയ്യി ലോകത്തിൻ ഉഖ്റ മറ്റേത് ഭാഷയിലും കാണാൻ കഴിയുകയില്ല. വഹിയ മിൻ അഖ്ദമിൽ ലുഗാത്തി അത് ഏറ്റവും പഴയ ലാംഗ്വേജുകളിൽപ്പെട്ട ഒരു ലാംഗ്വേജാണ്. അല്ലത്തി മാസാലത്ത് ഹയ്യത്തൻ ഇപ്പോഴും നിലനിൽക്കുന്ന. ഹത്ത യോമിനഹാദ ഇപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ വരെ നിലനിൽക്കുന്ന പഴയ ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണത്. ഇനി ഇഖ്റ തർജമത്ത ജീവചരിത്രം വായിക്കാം. വാക്കമിലിൽ ബയാനത്തി ഷഖ്സിയ എന്നിട്ട് ബയോഡാറ്റ പൂരിപ്പിക്കാം. ഡോക്ടർ മൻമോഹൻ സിംഗ് ഡോക്ടർ മൻമോഹൻ സിംഗ് റയീസുൽ വസ്റായിൽ ഹിന്ദി സാബിക് ഇന്ത്യയുടെ മുൻ
പ്രധാനമന്ത്രിയാണ്. വലുത് സനത്ത് 1932 അദ്ദേഹം ജനിച്ചു. ഫി പഞ്ചാബിൽ. വാലിദുഹു ഗോർമുഖ് സിംഗ്, അതാണ് അദ്ദേഹത്തിന്റെ പിതാവ്. നാല ദുക്തൂറ, അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. മിൻ ജാമിയത്ത് ഓക്സ്ഫോർഡ് ഫിൽ ഉലൂമിൽ ഇഖ്തിസാദിയ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. സ്വാറ റയീസ് അൽ വുസറായിൽ ഹിന്ദി സനത്ത് 2004 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ലഹു ദൗറുൻ കബീറുൻ, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഫി തഖദ്ദുമുൽ ഹിന്ദി അൽ ഹദീസത്തി, ആധുനിക ഇന്ത്യയുടെ വളർച്ചയിൽ, പുരോഗതിയിൽ അദ്ദേഹത്തിന് വലിയ റോളുണ്ട്. തുവഫി, അദ്ദേഹം മരണപ്പെട്ടു 2024. ന്യൂഡൽഹിയിൽ. നാല ജായിസത്ത് പത്മവിഭൂഷൺ, അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ 87. അൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം മൻമോഹൻ സിംഗ്. ഇസ്മുൽ വാലിദ് ഗോർമുഖ് സിംഗ്. ആമൽ മീലാദ് 32. മക്കാനുൽ മീലാദ് പഞ്ചാബ്. അൽ മൻസിബ്, പദവി, പോസ്റ്റ്, അദ്ദേഹം ജോലി ചെയ്ത സ്ഥാനം ഏതാണ്? റയീസുൽ വുസറ ഇൽ ഹിന്ദി അസാബിക്, അദ്ദേഹത്തിന്റെ പദവി എന്താണ്? മുൻ ഇന്ത്യൻ പ്രസിഡന്റ്. ഇപ്പോൾ അല്ലല്ലോ, അതുകൊണ്ട് മുൻ എന്ന് വെക്കാം. അൽ ജായിസത്ത്, അദ്ദേഹം നേടിയ പുരസ്കാരം പത്മവിഭൂഷൺ നേടിയിട്ടുണ്ട്. ആമൽ വഫാത്ത് 2024. മക്കാനുൽ വഫാത്ത് ന്യൂഡൽഹി. ഓക്കെ, മക്കാനുൽ വഫാത്ത് മീൻസ് പ്ലേസ് ഓഫ് ഡെത്ത്, ആമൽ വഫാത്ത് ഇയർ ഓഫ് ഡെത്ത്. ഉക്തു ബയാനൻ, ഒരു വിവരണം തയ്യാറാക്കാം, എഴുതാം. അൻ അഹ്വാലിൽ ഉമ്മി, ഉമ്മയുടെ അവസ്ഥകളെ കുറിച്ച്. ഫി ഖിസ്സത്തി ഇൻഖതാഅത്തിൽ കഹ്റബാ, കറണ്ട് പോയി എന്ന കഥയിലെ ഉമ്മയുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്? അതിനൊരു പാരഗ്രാഫാക്കി എഴുതാം. ബി മുസാദത്തി നിക്കാത്തി, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. എന്തൊക്കെയാണ്? തസ്തൈഖിലു, ഉണരുന്നു. തബ്ദ അമലഹ, അവളുടെ ജോലികൾ തുടങ്ങുന്നു. തത്ബഹു താമ, ഭക്ഷണം പാകം ചെയ്യുന്നു. തുനദ്ദിഫുൽ ബൈത, വീട് വൃത്തിയാക്കുന്നു. തഗ്സിലുൽ അവാനി, പാത്രങ്ങൾ കഴുകുന്നു. അർബഅത്തു അബ്നാഇൻ, 4 മക്കൾ. ലാ യുസായിദൂനലുമ്മ, അവർ ഉമ്മയെ സഹായിക്കുന്നില്ല. യുകിബ്ബൂന അല ശാശാത്ത്, മൊബൈലിൻ്റെയും മറ്റും സ്ക്രീനുകളിൽ അവർ മുഖം കുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. അൽ ഉമ്മു, ഉമ്മ. ഫി ഖിസ്സത്തി ഇൻഖതാഅത്തിൽ കഹ്റബാ, ഇൻഖതാഅത്തിൽ കഹ്റബാ എന്ന കഥയിലെ ഉമ്മ തുആനി കസീറൻ, ധാരാളം കഷ്ടപ്പെടുന്നുണ്ട്. തഈശുലി ഔലാദിഹ, അവൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. തസ്തൈഖിലു മുബക്കിറൻ, നേരത്തെ എഴുന്നേൽക്കുന്നു. വതബ്ദഉ അമാലഹ, എന്നിട്ട് അവളുടെ ജോലികൾ തുടങ്ങുന്നു. തദ്ബഹുൽ ത്വാമ, ഭക്ഷണം പാകം ചെയ്യുന്നു. വതുനദ്ദിഫുൽ ബൈത, വീട് വൃത്തിയാക്കുന്നു. വതഗ്സിലുൽ അവാനിയ, പാത്രങ്ങൾ കഴുകുന്നു. ലഹ അർബഅത്തു ഔലാദിൻ, അവൾക്ക് 4 മക്കളുണ്ട്. ലാക്കിന്നഹും, പക്ഷെ അവർ ലാ യുസായിദൂനഹ ഫിൽ അമാലി, ജോലികളിൽ അവരെ സഹായിക്കുകയില്ല. ജോലികളിൽ ഉമ്മയെ സഹായിക്കുകയില്ല. വഹും യുകിബ്ബൂന അല ശാശാത്തി, അവർ സ്ക്രീനുകളിൽ മുഖത്തിരിക്കുന്നവരാണ്. ഫല്ലുമ്മു, ഉമ്മ താമലു അൽ അമാല വഹദഹ, ഫല്ലുമ്മു താമലു അൽ അമാല വഹദഹ, ഉമ്മ ജോലികളെല്ലാം ഒറ്റക്കാണ് ചെയ്യുന്നത്. ഇനി ഇഖ്റയിൽ ഫിക്രത്ത, വായിച്ച് മിൻഹ അർബഅത്ത അസ്ഇലത്തിൻ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് 4 ചോദ്യങ്ങൾ തയ്യാറാക്കാം. എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്? മൻ, ആര്. മത, എപ്പോൾ. ഐന, എവിടെ. കൈഫ, എങ്ങനെ. മാ, എന്ത്. പാരഗ്രാഫ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാനിയൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദുകളിൽ 2ാമനാണ്. വുലിദ ബി മക്കത്തൽ മുക്കറമത്ത സനത്ത 40 ഹിജറയിൽ അദ്ദേഹം മക്കയിൽ ജനിച്ചു. ഖബലൽ ഹിജറ, 40 ഹിജറയിലല്ല, 40 ഖബലൽ ഹിജറയിൽ, അതായത് ഹിജറക്ക് മുമ്പ് 40 വർഷം മുമ്പ് അദ്ദേഹം മക്കയിൽ ജനിച്ചു. ഇസ്തഹറ ബിൽ അദ്ലി വൽ ഇൻസാഫി, അദ്ദേഹം നീതി കൊണ്ട് പ്രശസ്തനായി. ലുക്കിബ ബിൽ ഫാറൂഖ്, ഫാറൂഖ് എന്ന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടു. തവല്ലൽ ഖിലാഫത്ത്, അദ്ദേഹം ഭരണം ഏറ്റെടുത്തു ഹിജറ 13. ഖലാ ഹയാത്തഹു, തൻ്റെ ജീവിതം അദ്ദേഹം ചിലവഴിച്ചു. ഖാദിമൻ ലിന്നാസി, ജനങ്ങളെ സേവിച്ചുകൊണ്ട്. തുവഫിയ ഉമർ, ഉമർ മരണപ്പെട്ടു 23. ഇതിൽ നിന്നും എന്തൊക്കെ ചോദ്യം ഉണ്ടാക്കാം? മൻ വെച്ചുകൊണ്ട് എളുപ്പമുള്ള ചോദ്യം ഉണ്ടാക്കിയാൽ മതി. മൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നൊരു ചോദ്യം ഉണ്ടാക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണ് എന്ന്. ഉത്തരം, ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫത്തു മിനൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദുകളിൽപ്പെട്ട ഒരു ഖലീഫയാണ്. 2ാമത്തെ ചോദ്യം മത്ത വെച്ചുകൊണ്ടല്ലേ. മത്ത വുലിദ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് എപ്പോഴാണ് ജനിച്ചത്? വുലിദ ഉമർ ഇബ്നുൽ ഖത്താബ് സനത്ത 40 ഖബലൽ ഹിജ്രിയ. അടുത്തത് ഐന, എവിടെ. ഐന വുലിദ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് എവിടെയാണ് ജനിച്ചത്? വുലിദ ബി മക്ക, മക്കയിൽ ജനിച്ചു. അടുത്ത കൈഫ ഇസ്തഹറ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെ പ്രശസ്തനായി? ഇസ്തഹറ ബിൽ അദ്ലി വൽ ഇൻസാഫ്, നീതിയിൽ പ്രശസ്തനായി. ഇനി മാ ലക്കബു ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ലക്കബ് എന്താണ്? അൽ ഫാറൂഖ്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കാം.